ഒരു ദിവസം എത്ര തവണ ശ്വാസമെടുക്കുന്നുണ്ട്? യോഗാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട വേദിയിലൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് 21,600 എന്നൊക്കെ പറഞ്ഞു. ഞാനിത് എണ്ണി നോക്കിയിട്ടൊന്നുമില്ല. അത് എണ്ണി നോക്ക്, അതേക്കുറിച്ച് ചർച്ച ചെയ്യേ വേണ്ട. അതേപോലെ ഒരു ദിവസം വൈകുന്നേരം വരെ, രാവിലെ എണീറ്റാൽ വൈകുന്നേരം വരെ എത്ര ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്? എത്രയോ ചിന്തകൾ. ഇത് മുഴുവൻ ആരെങ്കിലും എഴുതി വെക്കുന്നുണ്ടോ? 60,000 ചിന്തകൾ എന്നാണ് പറഞ്ഞത്. അല്ല, എണ്ണി ഒരാളുണ്ട് 5 കുറവുണ്ട്, കൂടുതലുണ്ട്, ഇതൊന്നല്ല. 60,000 ചിന്തകൾ വരുന്നുണ്ട്. ഇത് സംസാരിക്കുന്നതിന് തൊട്ടു മുമ്പേ ലൈറ്റ് ഒന്ന് ശരിയാക്കാം, ഈ കസേരയിലേക്ക് ഇരിക്കൂ എന്ന് ക്യാമറ പ്രവർത്തിക്കുന്ന മാന്യ വ്യക്തി പറഞ്ഞു. അടുത്ത് എന്ത് പറയണം എന്നാണ് എനിക്ക് ആലോചിക്കേണ്ടത്. പക്ഷെ ഞാൻ ഇരിക്കുന്ന സ്ഥലത്തിന്റെ അടുത്തുള്ളൊരു തിണ്ടയിൽ ഒരു തേരട്ടങ്ങനെ വരിക. ലോങ് ഷോട്ടിൽ കണ്ടാൽ ഗുഡ്സ് ട്രെയിൻ തന്നെ. തേരട്ടയുടെ വരവ്. എന്റെ ജന്മസ്ഥലത്ത് കട്ടി എന്നാണ് പറയുക. കട്ടിങ് എന്നുള്ളതാണ് കട്ടി എന്ന് പറയുന്നത്. റെയിൽവേ ലൈനിനോട് ചേർന്ന കട്ടിയിലിരുന്ന അകലെ നിന്ന് ഗുഡ്സ് ട്രെയിൻ വരുമ്പോൾ അതേ വീക്ഷണമാണ് തേരട്ടയ്ക്ക്. പക്ഷെ വേറൊരു ഭാഗത്തുകൂടെ 10,000 എറുമ്പുകൾ വരുന്നു തേരട്ടയുടെ അടുത്തേക്ക്. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്താ ഈ എറുമ്പുകൾ വരുന്നത്? സംഭവം എന്താ വെച്ചാ, കുറച്ച് അവസാനാണ് ഈ തേരട്ട. അതിന് വയ്യാതെയായിരിക്കുന്നു. അതിന് വയ്യാതെയായിരിക്കുന്നു എന്നുള്ള വിവരം ആരാ വിവരം കൊടുത്തേ? 1000 എറുമ്പുകൾ 4 ഭാഗത്തു നിന്നും വരികയാണ്. ഇപ്പൊ തീർന്നു കിട്ടും, ഓനെ കൊല്ലാൻ പറ്റും, നമുക്ക് അന്നമായി. അവരന്നത്തിനായിട്ട് ഓടി നടക്കുക. ഈ ചിന്ത മുഴുവൻ ഇപ്പൊ എന്റെ മനസ്സിൽ കൂടെ വന്നില്ലേ? അവശനായ ഒരു വ്യക്തിയുടെ സ്ഥിതി ഇതാണെന്ന് ഞാൻ ആലോചിച്ചില്ലേ? ഉത്തരം, ഏതെങ്കിലും ഒന്നുമായിട്ട് സംഘമില്ലാതെ മനസ്സിൽ നിൽക്കാൻ പറ്റില്ല. മനസ്സെന്നൊരു കാര്യം നമുക്കൊക്കെ ഉണ്ട്. ആ മനസ്സിന്റെ പ്രത്യേകത എന്താ അറിയോ? ഏതെങ്കിലും ഒന്നുമായിട്ട് സംഘം. ഈ ചിന്തകളെ നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ്. എന്റെ ഒരു സുഹൃത്ത് സത്യൻ എന്നാണ് പേര്, കോഴിക്കോടുള്ള ആളാണ്. ഇൻകം ടാക്സിന്റെ സ്പെഷ്യലിസ്റ്റാണ്. ഇടയ്ക്കിടയ്ക്ക് കാഞ്ഞങ്ങാട് ആശ്രമത്തിൽ പോകും. ഞാൻ പോകുന്നത് ആനന്ദാശ്രമമാണ്. അദ്ദേഹം നിത്യാനന്ദാശ്രമം. അവിടെ ഗുഹയിൽ പോയിട്ട് ഇരിക്കും. തിരിച്ചു വരുമ്പോ ഞാൻ ചോദിക്കും, എന്താ അവിടെ നിന്ന് ചെയ്യുക? മനസ്സിനെ നിയന്ത്രിക്കും. മനസ്സിലേക്ക് ചിന്തകൾ വരില്ലേ? 60,000 ചിന്തകൾ വരില്ലേ? അത് പരമാവധി ഓരോ ചിന്തയും പറഞ്ഞ് ഒഴിവാക്കുക.
അങ്ങോട്ട് വരണ്ട, അങ്ങോട്ട് വരണ്ട. വീടിന് ചുറ്റും കാവൽ നിൽക്കുന്നവർ പറയില്ല, ഇപ്പം അങ്ങോട്ട് കയറി വരണ്ട, ഗേറ്റ് അടച്ചിട്ടുണ്ട്. ഇതല്ലാതെ വേറെ മാർഗം ഇല്ല. വളരെ വേണ്ടപ്പെട്ട ബന്ധുക്കൾ, വൃദ്ധന്മാർ, അവരോട് ദേഷ്യപ്പെടേണ്ട അവസരം എനിക്ക് വന്നത്. ചിന്തകളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എന്താ ചെയ്യുക? യഥാർത്ഥത്തിൽ ഇവർക്ക് ഒന്നും ചിന്തിക്കേണ്ടതില്ല. ഇവിടെ നിന്ന് ഞാനിത് സംസാരിക്കുമ്പോൾ ഏറ്റവും അധികം കേരളീയർ ചിന്തിക്കുന്ന ഒരു വിഷയമുണ്ട്. ഇതൊന്നും ഇവര് ചിന്തിക്കേണ്ട കാര്യമില്ലാതെ ഇവര് നിയന്ത്രണത്തിലല്ലാതെ രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു കാര്യത്തിൽ എന്താ നിയന്ത്രണത്തിലാ? ഞാനും അതുമായിട്ട് വല്ല ബന്ധവും. രാവിലെ എണീറ്റ ചിന്തയിലേക്ക് വന്നു, TV ഓൺ ചെയ്തു, വേറെ ആളെ ഫോൺ ചെയ്തു. ചിന്തകളില്ലാതെ മനസ്സിന് നിലനിൽപ്പില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യാ? ഗുഹയിലിരിക്കുന്നവരും ഒറ്റയ്ക്കിരിക്കുന്നവരും കേറി വരുന്ന ചിന്തകളോട് ഇങ്ങോട്ട് വരണ്ട, പൊയ്ക്കോ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉയരാനുള്ള ആദ്യത്തെ പടിയാണ് പറയുന്നത്. ചിത്തയെ നിയന്ത്രിക്കണ്ട. എന്നിട്ടോ സത്സംഗമാവുക. ആ ചിന്തകളിൽ സത്സംഗം ഉണ്ടാക്കും. ഇന്ന് നമുക്ക് കിട്ടാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കോസ്റ്റ്ലിയായ കാര്യമാണ് സത്സംഗം എന്നത്. ചില വ്യക്തികൾ അടുത്തേക്ക് വരുമ്പോ തന്നെ നമ്മൾ പതറും. ദുസ്സംഗമാണ് ഉണ്ടാവും. അപ്പോ അറിഞ്ഞില്ലേ? എന്നിട്ടോ ഏതൊന്ന് നെഗറ്റീവാണോ അത് മാത്രം വിസ്തരിച്ച് കൊണ്ടിരിക്കും. അറിഞ്ഞില്ലേ? ശങ്കരൻകുട്ടിയുടെ കാര്യം അറിഞ്ഞില്ലേ? അവ എങ്ങനെയാണ്? നേരെയാവില്ല. അവര് രാഷ്ട്രീയം പറഞ്ഞാലും ഒക്കെ നമ്മുടെ മനസ്സ് സത്സംഗത്തിലേക്ക് തിരിയാൽ അവര് സമ്മതിക്കില്ല. അതേ സമയത്ത് ചില വ്യക്തികളുണ്ട്, അവരെന്ത് പറയുന്നതും നമ്മളെ സത്സംഗത്തിലേക്കാണ് നയിക്കുക. പുരാണ കഥകൾ നിങ്ങൾ വായിച്ചു നോക്കൂ. ആ പുരാണ കഥകളിൽ ഏത് കഥ വായിച്ചാലും നെഗറ്റീവ് ഉണ്ടാവില്ല, പോസിറ്റീവോ. അല്ലാത്ത ആധുനിക കഥ എന്ന് പറഞ്ഞാൽ പേരെടുത്ത് പറയുന്നില്ല, 1000 എണ്ണം എന്റെ മനസ്സിലുണ്ട്. പിന്നെ അവരെല്ലാം കൂടി ആക്രമിക്കാൻ വരുമല്ലോ എന്ന് പേടിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല. അവസാനം ഒരുത്തൻ വണ്ടിക്ക് തല വെച്ചു, വേറെ തൂങ്ങി മരിച്ചു, കൊലപാതകം നടന്ന് ദുസ്സംഗത്തിലേക്കാണ് പോകുന്നത്. ഈ മനസ്സിനെയും ചിന്തയും നിയന്ത്രിക്കാൻ കഴിയാത്തത്തോളം അതിനൊരു ചിന്ത അത്യാവശ്യമാകുമ്പോൾ എങ്ങനെ സത്സംഗത്തിലേക്ക് തിരിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണമാണ് നമ്മുടെ ശരീരത്തിലെ ഹാപ്പി ഹാർമോൺസ് പെരുകും. നമ്മുടെ ഒക്കെ ശരീരത്തിലും അൺഹാപ്പി ഹാർമോൺസും ഉണ്ട്. ഇത് ഹാപ്പി ഹാർമോൺസ് പെരുകണം. അല്ല, ഞാൻ ശരീരം കീറി മുറിക്കുന്ന ആളാണ്, ഞാൻ നോക്കിയിട്ട് ഹാപ്പി ഹാർമോൺസിനെ കണ്ടില്ലല്ലോ, മറുപടിയെ പറയണ്ട. ശരീരം കീറി മുറിക്കുന്ന ആൾക്ക് അതിന്റെ 1,00,000-ലൊരു ഭാഗമാണ്.
ഈ ഹാപ്പി ഹാർമോൺസും അൺഹാപ്പി ഹാർമോൺസും തമ്മിലുള്ള യുദ്ധം എപ്പോഴും നടക്കുന്നുണ്ട്. സകല യുദ്ധത്തിന്റെയും ചരിത്രം ഇതാണ്. ഇതിൽ ഹാപ്പി ഹാർമോൺസിനെ ഉയർത്തുമ്പോൾ, ധാരാളം ഉണ്ടാകുമ്പോൾ തന്നെ രോഗം കുറയും. അവശനായി കിടക്കുന്ന ഒരു വൃദ്ധരോഗിയെ കാണാൻ ഒരാൾ ചെന്നു. അപ്പൊ മക്കൾ പറയും, ഇതുവരെ അവശനായി കിടക്കുകയാണ്, ഇപ്പൊ നിങ്ങൾ വന്നപ്പോ ആകെ മാറി, അച്ഛൻ വർത്താനം തുടങ്ങി, അപ്പൊ പ്രശ്നമൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിനൊരു സൂക്കടില്ല. എന്താ ഉണ്ടായി? ഹാപ്പി ഹാർമോൺസ് പെരുകി. ദുസ്സംഗം ചില ജീവിതത്തിൽ ഉണ്ടാകും. നമ്മളെന്താ ചെയ്യുക? സത്സംഗം മാത്രം കിട്ടുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ആ ദുസ്സംഗം ഉണ്ടാകുമ്പോൾ ഒരു കാര്യം പറ്റും, പരമാവധി അത് കുറയ്ക്കാൻ നാം വിചാരിച്ചാൽ പറ്റും. അങ്ങോട്ട് പോകണ്ട, അവിടെ പോയാൽ ദുസ്സംഗാണ് ഉണ്ടാവുക. അതുകൊണ്ട് ആ സാധനം വിൽക്കുന്ന സ്ഥലത്തേക്ക് പോകണ്ട, ഇങ്ങോട്ട് പോയി നിൽക്കാം. എന്തൊക്കെ പറഞ്ഞാലും, ദേവാലയ പരിസരത്തെ പറ്റി എന്ത് കുറ്റം പറഞ്ഞാലും പൊതുവെ ഒരു സത്സംഗഭാവം അവിടെ ഉണ്ടാകുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ഇന്നത്തെ ദിവസം നമുക്ക് ഹാപ്പി ഹാർമോൺസ് പെരുകി രോഗത്തെ ഇല്ലാതാക്കാം. അൺഹാപ്പി ഹാർമോൺസ് എന്നൊരു വസ്തു നമ്മുടെ ചിന്തയിലേക്കേ കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞ് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.